ടാറ്റാ. ടാറ്റാ. കാണാം. ഷോ 2 ദിവസം ഞാൻ ട്രാഫിക് മിസ് ചെയ്യുമല്ലോടാ. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വൈകിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് ബസ് കയറി നാട്ടിലോട്ട് പോകും. ചേട്ടനും ചേച്ചിയും ഹരിയും അവരിന്ന് രാവിലെ തന്നെ കാറിൽ കയറി അവർ നാട്ടിലോട്ട് പോകും. അപ്പോൾ എനിക്ക് ലീവ് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇന്നെനിക്ക് ലീവ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിന്ന് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വൈകിട്ട് പോവാടാ ബസ്സിൽ. ഇറങ്ങി മോനെ, ഒരു 10 മിനിറ്റ് പോലും നമ്മൾ ലേറ്റ് ആയിട്ടില്ലടാ. ആദ്യമായിട്ടാണ് ലേറ്റ് ആവാത്ത ഒരു സ്ഥലത്തെത്തുന്നത്. എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നടാ, പക്ഷേ ഇവിടുത്തെ സാഹചര്യം കണ്ടിട്ട് എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. എന്തുവാടാ എണ്ണയുടെ മണമൊക്കെ അടിച്ച് മൂക്ക് കയറുന്നുണ്ടല്ലോ. ബസ്സിലാണെങ്കിൽ ടോയ്ലറ്റ് ഒന്നും ഇല്ല മോനെ, വെറുതെ റിസ്ക് എടുക്കേണ്ടതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബസ്സിൽ കയറി മോനെ കൊള്ളാം കേട്ടോ. ഇവിടെ പക്ഷെ കഴിക്കാനൊന്നും ഇല്ലല്ലോടാ, വെള്ളം മാത്രമേ ഉള്ളല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ, വലിയ റോളോ പപ്സോ എന്തെങ്കിലും. ശരിയാടാ മോനെ, എന്നാ പിന്നെ ഇന്നിനിയിപ്പം എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ ഇപ്പുറത്തെ ആളൊക്കെ ഉണ്ടടാ, അതുകൊണ്ട് എല്ലായിടത്തും നിർത്തുവാണല്ലോ. കഴിക്കുമ്പോൾ എവിടെയും നിർത്തുമായിരിക്കും. അപ്പം ഇറങ്ങിയിട്ട് സംസാരിക്കാടാ, ഇല്ലെങ്കിൽ നാളെ കാണാമേ. ടാറ്റാ. എൻ്റെ പൊന്നു മോനെ, എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടോടാ. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോട്ടിലിരുന്നാണ് ഞാൻ ഓരോ സീൻ എടുക്കുന്നത്. സമ്മതിക്കണം കേട്ടോ എന്നെ. എടാ ഇന്നിനിപ്പോൾ വേറെ ഒരു സ്കോപ്പും ഇല്ല, ഭയങ്കര ശബ്ദവുമാണ്, തീരെ വെളിച്ചവും ഇല്ല. എന്നാൽ പിന്നെ ഞാൻ ബസ്സിൽ കയറി കിടന്ന് ഉറങ്ങാൻ പോവാം മകളെ. അപ്പോൾ പിന്നെ നാളെ നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാം. അവിടെ ഇപ്പം ഞാൻ എൻ്റെ അണ്ണൻ്റെ നാട്ടിലാടാ, വിജയൻ്റെ നാട്ടിലാണ്. എനിക്കിവിടെ വിജയനുണ്ട് കൂടെ. എന്നാൽ പിന്നെ ശരിയടാ, കിടക്കട്ടെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ.